ഡിയേഴ്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അജിയോ ഹോൾ ആയിട്ടാണ്. ഞാൻ കുറച്ച് ഡ്രസ്സസ് അജിയോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. അപ്പൊ അതിന്റെ നമുക്ക് റിവ്യൂ നോക്കാം. ചില ഡ്രസ്സസ് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ നമുക്ക് ശരിക്കും നോക്കാനായിട്ട് പറ്റും. ചിലത് ഞാൻ ഇപ്പൊ മേടിച്ചതാണ്, അത് ഉപയോഗിക്കാത്തതുകൊണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് എല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അജിയോന്ന്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സീക്വൻസ് വർക്കാണ്. ബാക്കിലുണ്ട് ഫ്രണ്ടിലുണ്ട് സീക്വൻസ് വർക്ക്. പിന്നെ നടുക്കായിട്ട് നമുക്കൊരു ബെൽറ്റ് പോലത്തെ ഒരു തുണി കൊണ്ടുള്ള ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ അജിയോന്ന് പർച്ചേസ് ചെയ്തതാണ്. അറൌണ്ട് ഇതിനൊരു 1500 ഉണ്ട്. അപ്പൊ ഞാൻ അജിയോന്ന് പർച്ചേസ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിത് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ മുമ്പ് മേടിച്ചാണ്. നല്ല ഡ്രസ്സാണ്. നമുക്കപ്പോ ഇതൊന്ന് ഇട്ട് നോക്കിയാലോ. ഇതിന് സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെല്ലാം സിൽവർ ആക്സസറീസ് വെച്ചിട്ടാണ്. ഒരു ചെറിയ പെൻഡന്റും പിന്നെ സിൽവർ കമ്മലും ഒരു ബ്രേസ്ലെറ്റും പിന്നെ സിൽവർ വാച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സെക്കൻഡ് ഡ്രസ്സ് ഈ ഡ്രസ്സാണ്. ഇതൊരു ഫ്ലൂറസെന്റ് പച്ച അങ്ങനെ ഒരു കളർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് വളരെ ബേസിക് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ്. റയോൺ ആണ് ഇതിന്റെ ഫാബ്രിക്. അപ്പൊ വീനക്കാണ് വരുന്നത്. പിന്നെ ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു ഡ്രസ്സാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇതിന് ഞാൻ സെയിം സിൽവർ ആക്സസറീസ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പെൻഡന്റും പിന്നെ കമ്മലും ബ്രേസ്ലെറ്റും വാച്ചും മാത്രം. ഇതാണ് തേർഡ് ഡ്രസ്സ്. ഇത് ഞാൻ അജിയോന്ന് മേടിച്ചാണ്. ഇത് എനിക്ക് തോന്നുന്നു അറൌണ്ട് 300 റുപ്പീസിന് എനിക്ക് കിട്ടിയതാണ്. ഓഫറിൽ കിട്ടിയതാണ്. ഇതും കുറച്ചായി മേടിച്ചിട്ട്. ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് കഴുകിയിട്ടുണ്ട്. ഒന്നും പറ്റില്ല. നല്ല ക്വാളിറ്റിയാണ്. ഇതിന് ലൈനിങ് ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഡ്രസ്സിൻ്റെ സ്റ്റൈൽ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് എല്ലാം റോസ് ഗോൾഡിൻ്റെ ആക്സസറീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പെൻഡൻറ്റും അതുപോലെ ചെറിയൊരു ബാങ്കിളും റോസ് ഗോൾഡിൻ്റെ വാച്ചും ചെറിയൊരു പൂവിൻ്റെ കമ്മലുമാണ് ഇതിട്ടിരിക്കുന്നത്. ഈ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് ഇങ്ങനെ പെയർ ചെയ്തപ്പോൾ. ഇതാണ് നമ്മുടെ ഫോർത്ത് ഡ്രസ്സ്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്. ഞാനല്ല, ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന 3 ഡ്രസ്സസും എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സസ് ആണ്. അപ്പൊ ഇത് നല്ല പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. ഇത് ഞാൻ കഴുകിയതാണ്. നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ കളർ പോവും. അപ്പൊ കളർ ഗാർഡ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ നല്ലൊരു ഡ്രസ്സാണിത്. നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല. പിന്നെ നമുക്കിത് താഴെ ഒരു വെട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സാണിത്. ഈ ഡ്രസ്സിന് ഞാൻ സിൽവർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കമ്മൽ ചെറിയൊരു ഹാങ്ങിങ് കമ്മലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ബേസിക് മാലയും പിന്നെ ബ്രേസ്ലെറ്റും സിൽവർ വാച്ചും പിന്നെ ഞാൻ മുടി മുകളിലൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഡ്രസ്സ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ കഴുകിയിട്ടുമില്ല. ഇതും എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അജിയോന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു അറൌണ്ട് 500 റുപ്പീസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇതിന് ലൈനിങ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു സ്റ്റൈലിഷ് ഡ്രസ്സാണ്. നമുക്കിത് കല്യാണത്തിന് റിസപ്ഷന് പോകുമ്പോഴും അല്ലാതെ എവിടെ പോകുമ്പോഴും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലൊരു ഡ്രസ്സാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. പുറകെ ഒരു വെട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഡ്രസ്സിന് ഞാൻ മുടി ഒന്ന് പോണിറ്റെയിൽ കെട്ടി പിന്നെ നമ്മുടെ അഡോർ ബൈ പ്രേങ്കയിൽ നിന്ന് മേടിച്ച ഒരു ഇയറിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയൊരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മാല നമുക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഹൈനെക്ക് ആയതുകൊണ്ട് അറിയില്ല. പിന്നെ റോസ് ഗോൾഡിൻ്റെ വാച്ചും കെട്ടിയിട്ടുണ്ട്.
ഇതാണ് ലാസ്റ്റ് ഡ്രസ്സ്. ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഡ്രസ്സാണ്. ഇതിന്റെ തുണി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. റയോണും അല്ല കോട്ടണും അല്ല, പക്ഷെ നല്ലൊരു കംഫർട്ടബിൾ തുണിയാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതും എനിക്ക് എന്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്താണ്. അപ്പൊ ഇതാണെങ്കിൽ ഇറക്കമില്ല, കുറച്ച് ഇറക്കം കുറവാണ്. അപ്പൊ ഇങ്ങനെ ഇടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ജീൻസ് ആയിട്ട് അല്ലെങ്കിൽ പാന്റായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വൈറ്റ് ഷൂവിന്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്. പിന്നെ ഇതിന്റെ ഉള്ളിലും ലൈനിങ് ഇല്ല. അപ്പൊ നമുക്ക് ഇന്നർ ഇട്ട് ഇടേണ്ടി വരും. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ ഒരു കോളർ നെക്കാണ്, അതുകൊണ്ട് നമുക്ക് മാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു മാല ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയൊരു വളയും ഇട്ടിട്ടുണ്ട്, റോസ് ഗോൾഡിൻ്റെയാണ്. പിന്നെ സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ പോണിറ്റെയിലാണ് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് പൊട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു ഷൂവും അല്ലെങ്കിൽ ഒരു സ്നിക്കേഴ്സ് കൂടെ വരണം. ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് പുറത്ത് സ്നിക്കേഴ്സ് അല്ലെങ്കിൽ ഷൂ ഇടായിരുന്നു എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നമ്മൾ ഇന്ന് 7 ഡ്രസ്സസ് നോക്കിയിട്ടുണ്ട്. എല്ലാം അജിയോന്ന് മേടിച്ചതാണ്. എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി ഡ്രസ്സസ് ആണ്. എല്ലാം നമുക്ക് ഓഫറിൽ കിട്ടിയതുമാണ്. അപ്പൊ ഞാൻ പണ്ട് മേടിച്ചതും ഉണ്ട്, ഇപ്പൊ മേടിച്ചതും ഉണ്ട്. അതുകൊണ്ട് ലിങ്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഏതായാലും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ചു നോക്കൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏത് ഡ്രസ്സ് സ്റ്റൈൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. പിന്നെ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇതുപോലത്തെ ഹോൾ വീഡിയോസും സ്റ്റൈലിംഗ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.